OCM ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ ഞെട്ടിയില്ലേ? ഞെട്ടൊന്നും വേണ്ട കേട്ടോ. ഞങ്ങളുടെ പള്ളിയിൽ ഒരു റീൽസിൻ്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു. അതിന്നിപ്പോൾ ഇവിടെ വെച്ചായിരുന്നു. അതിനകത്ത് ഞാൻ ചെറിയൊരു വേഷം ചെയ്തു കേട്ടോ. അത് ഒരു അമ്മ വേഷം. ഞങ്ങൾ പെട്ടെന്നായിരുന്നു കേട്ടോ. 2-3 ദിവസത്തെ പ്രാക്ടീസേ ചെയ്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു മത്സരം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അമ്മമാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പള്ളിയിൽ അച്ഛൻ തന്നെ പറഞ്ഞു, നമുക്കിവിടെ ഒരു OCM ഉള്ളപ്പം വേറൊരു അമ്മയുടെ ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ എന്നെ എടുത്തു. അങ്ങനെ എൻ്റെ വേഷമാണ് കേട്ടോ ഇത്. ഇതൊക്കെ ഇട്ടിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം, നിങ്ങളെ കൂടെ ഇതൊന്ന് കാണിച്ചാലോ. ഏതൊക്കെയാലും ഇട്ടു. ഇവിടെ വെച്ചായിരുന്നു കേട്ടോ എൻ്റെ ഷൂട്ടിംഗ് എല്ലാം ഇവിടെ വെച്ചായിരുന്നു. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ചുമ്മാ അതിൻ്റെ എടുത്തൊക്കെ ഇവിടെ വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇത് ഏതൊക്കെയാലും ഇത് ഇട്ട് കഴിഞ്ഞപ്പം വന്നേടാ ഒരു വെള്ളയൊക്കെ ഇടിയിച്ചു. ചേട്ടൻ റീലിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. റീലിലൊന്നും ഇല്ലായിരുന്നു. ചേട്ടൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഞങ്ങളെ നന്നായിട്ട് ഹെൽപ്പൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്താലും അതെ, എന്ത് കിട്ടിയാലും അതെ, നിങ്ങളെ കാണിക്കണം, നിങ്ങളോട് കൂടെ പറയണം എന്നൊരു തോന്നലൊക്കെ ആയിട്ടോ എനിക്ക്. ഇതിപ്പം ഞാൻ ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പപ്പായുടെ അമ്മച്ചി, എൻ്റെ വല്യമ്മച്ചീനെ എനിക്ക് ഓർമ്മ വന്നു. എൻ്റെ വല്യമ്മച്ചി ചട്ടൻ മുണ്ട് വരുന്നു കേട്ടോ വീട്ടിൽ കൂടെ. ചേട്ടൻ്റെ ചാച്ചൻ്റെ അമ്മയും ചട്ടൻ മുണ്ട് വരുന്നു. ചാച്ചൻ്റെ അമ്മ അത് അമ്മയുടെ അമ്മയാണ്. അമ്മയുടെ അമ്മേനെ ഞാൻ കണ്ടിട്ടില്ല. അമ്മയുടെ അമ്മയും ചട്ടമുണ്ട് വരുന്നു. പക്ഷെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, വലിയൊരു കുണുക്കും ഉണ്ടായിരുന്നു. അതെ, ഒരു കുണുക്കിന് കുറവുണ്ട്. അതെനിക്ക് കിട്ടിയില്ല കേട്ടോ. കുണുക്കൊന്നും കിട്ടിയില്ല. ഞാൻ ഉള്ളതും കൊണ്ട് ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചു. ശരിക്കും ഒരു കുണുക്ക് ഇതിനകത്തൊരു കുറവാണ്. കുണുക്കും പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? കുണുക്കുണ്ടായിരുന്നു. കുണുക്കും ചില കവണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു അമ്മയുടെ വേഷം ആയതുകൊണ്ട് എനിക്ക് കവണിയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇടണം. ഇപ്പം എൻ്റെ വല്യമ്മച്ചീനെ എനിക്ക് ഓർമ്മ വന്നു. അപ്പം എൻ്റെ വല്യമ്മച്ചി ഒരു നല്ല അല്ലേ, ഒരു നല്ല ആക്റ്റീവായ ഒരു വല്യമ്മച്ചിയായിരുന്നു കേട്ടോ. ഏക്കാലും ഇത്ര എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് വല്യമ്മച്ചീനെ പറ്റിയും കൂടെ 2 വാക്ക് പറയണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഏഴച്ചേരി രാമൂരം ഏഴച്ചേരി പള്ളത്താണ്. പള്ളത്ത് അന്നമ്മച്ചേടത്തി എന്നായിരുന്നു എല്ലാവരും വിളിക്കണേ. നല്ലൊരു കഴിവുള്ള ഒരു അമ്മയായിരുന്നു. അമ്മ ഞങ്ങളെ എല്ലാവരോടും ഇഷ്ടമുണ്ട്, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും എല്ലാ കൂട്ടം കൊടുക്കും. ആരെ കണ്ടാലും പരസഹായം ചെയ്യാനും എല്ലാത്തിനും കഴിവുള്ള നല്ല അമ്മയായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത് കൊടുത്തപ്പോൾ ഞാൻ അമ്മേനെ ഓർമ്മ വന്നു. ഇനി നമുക്ക് ഇരുന്നിച്ചിട്ട് പറയാം. അമ്മയും വല്യമ്മച്ചി ഇങ്ങനെയായിരുന്നു കേട്ടോ. എന്തെങ്കിലും കിട്ടിയ താക്കോല്, പിന്നെ പേഴ്സ്, പൈസ ഒക്കെ ഇത് വെക്കും. ഇതിന് മടിയെന്ന് പറയും കേട്ടോ. ഇതിനകത്ത് വെച്ചേച്ച് അമ്മ ഇങ്ങനെ മടക്കിയേച്ച് ഇങ്ങനെ ഇങ്ങോട്ട് കുത്തി വെക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് അടുക്ക്. ഇതിങ്ങനെ ഞുറിഞ്ഞ് നല്ല രസം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ശരിയായൊന്നും അറിയത്തില്ല കേട്ടോ. നന്നായിട്ടാണോ ഇരിക്കണമെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ കുറച്ച് രാവിലെ കൊടുത്തതാണിത്. കൃത്യമാണോ നന്നായിട്ടുണ്ടോ അങ്ങനെയൊന്നും കൃത്യമൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ എൻ്റെ വല്യമ്മച്ചിയൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായതുകൊണ്ട് ഉള്ളൊരു പരിചയം മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ ഈ ചട്ടമുണ്ടിൻ്റെ ഒരു പ്രധാന ഭാഗം കേട്ടോ ഇത്. ഞങ്ങൾക്ക് തരാൻ വേണ്ടി അമ്മ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങൾ വെച്ച് ഒളിച്ചു കൊണ്ടിരും കേട്ടോ. ഒളിച്ചു കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ ഇവിടെ വന്ന് ഇത് തുറന്ന് എടുത്തൊക്കെ തരുമായിരുന്നേ. അതുപോലെ തന്നെ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവർ കമൻറ്റ് എഴുതുന്നുണ്ട്, ഞാൻ ഇന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്നത്, ഞാൻ കണ്ടു കഴിഞ്ഞ് അങ്ങനെ കാണുന്നവർ ചിലപ്പോൾ പുറത്തോട്ടൊക്കെ പോയി കാണാറുണ്ട്. കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞ് നല്ല നീണ്ട കമൻറ്റൊക്കെ എഴുതാറുണ്ട്. ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവർക്കൊക്കെ ഒരു പ്രത്യേക ഹായ് ഉണ്ട് കേട്ടോ. നിങ്ങൾ പറയണം കേട്ടോ, ചട്ടമുണ്ട് കൊടുത്തിട്ട് എങ്ങനെയുണ്ട്, നല്ലതായിരുന്നോ? പിന്നെ നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ട് ഇതൊരു ശീലമാക്കിയാൽ നല്ലതായിരുന്നു എന്നല്ലേ? അത് വേണ്ട. ചേട്ടൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. എടി ഇതൊരു ശീലമാക്കിയാലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് ഇടണമെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വന്നാൽ ഞാൻ ഇടാം കേട്ടോ. പണ്ടത്തെ അമ്മച്ചിമാരെ സമ്മതിച്ചു കൊടുക്കണ്ടോ? ഈ വെള്ളയൊക്കെ ഇട്ട് ഇവർ എങ്ങനെ അടുക്കളയിൽ പോണതു തന്നെയല്ല, ഇവരെങ്ങനെ നടക്കണേ? എനിക്കൊരു ശകലം നടക്കുമ്പോഴത്തേക്കും തട്ടുന്നുണ്ടല്ലേ, എന്തോ ഒരു ഭയങ്കര പാട്. അവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അവരെങ്ങനെ ഇത് കൊടുത്തോണ്ട് അമ്മ മുഴുവൻ ഈ പറമ്പക്കൂടെ ഓടി നടന്ന്, എനിക്കറിയാവോ എൻ്റെ വല്യമ്മ. അതെ, അങ്ങനെ മുണ്ടെടുത്തപ്പോഴേ നമ്മൾ അവരെയൊക്കെ ആടായി പശുവായി എല്ലാത്തിനെയും നോക്കിക്കൊണ്ട്. അതെ. പിന്നെ ഞങ്ങളുടെ റീൽസ് ഞങ്ങളുടെ പള്ളിയുടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണം. പിന്നെ നിങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ചൊന്നും കാണരുത് കേട്ടോ. വളരെ 3 മിനിറ്റ് ഒരു ഇതേ ഉള്ളൂ. ഞങ്ങൾ ശരിക്കും അത് ചെയ്തു വന്നപ്പോൾ ഞങ്ങൾക്ക് 6 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പം അവർ സമ്മതിക്കില്ല. അവർ മത്സരത്തിന് നമ്മുടെ പൊന്നന്താനപ്പള്ളിയിൽ നിന്ന് ഫോറോനായിട്ട് മത്സരത്തിന് പോകാൻ വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ അവർ 3 മിനിറ്റേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് ചുരുക്കി മെയിൻ കണ്ടന്റ് മാത്രം എടുത്തു. അതെ, ചെറുതായി 3 മിനിറ്റ് ആക്കി എടുത്തു. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. നിങ്ങൾ വേണ്ടവർ അതിനകത്ത് കയറി കണ്ടോ കേട്ടോ. അത് കാണുന്നവരും അതിൻ്റെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ഇവിടെ നമുക്കൊരു ചെറിയ Q&Aയിലേക്ക് പോയാലോ? അതെ, നിങ്ങളോട് കുറേ നാളെ ഞങ്ങൾ Q&A ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ.
ഇത് വലിയൊരു Q&A അല്ല. ഞങ്ങൾ ഏതൊക്കെയാലും ഇതൊക്കെ ഉടുത്തോണ്ട് നടക്കുന്ന അമ്മച്ചിമാരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. എനിക്ക് ഇതിട്ട് ഉടുത്തോണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇരുന്നുകൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ ഓർത്ത് നമ്മൾ ഇതിന് പറയാമെന്ന് വെച്ചു. നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഞങ്ങൾ ഇവിടുന്ന് ഇതെടുത്തിട്ട് മോൻ അയച്ചു കൊടുക്കുകയോ ചെയ്യുന്നത്, വാട്സപ്പിൽ അയച്ചു കൊടുക്കും. അവൻ അവിടുന്ന് എഡിറ്റ് ചെയ്ത് തമ്മിലൊക്കെ ഇട്ട് അവൻ തന്നെ അവൻ്റെ ഐഡിയയിൽ അവന് ആണ് അത് ലോഡ് ചെയ്യുന്നത്. അതെ അതെ. ഇപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാനൊന്നും ഞങ്ങൾ പയ്യെ പഠിക്കണമെന്നൊക്കെ ഉണ്ട്. അവൻ എപ്പോഴും പറയും പഠിക്കുന്നു പറയും. പക്ഷേ അവരോട് ഞങ്ങൾ പറയും അടുത്തത് പയ്യെ ചെയ്യടാ, ഞങ്ങൾ നോക്കിയോളാം പഠിച്ചോളാം എന്നൊക്കെ പറയും. പക്ഷെ പാവം ഹൗസ് തന്നെയാണ് അവിടെ ഇരുന്നുകൊണ്ട്. അവനറിയാലോ സമയവും ഞങ്ങൾ സഹായത്തിനൊന്നും ആരും ഡബിൾ പണിയായി. അതെ അതെ അതെ. കാരണം അമ്മ ഇറക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇത് ഇറക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ജോലിക്ക് പോകണം, പിള്ളേരുടെ കാര്യം, വീട്ടിലെ കാര്യങ്ങൾ എല്ലാത്തിനും അവനിപ്പം വളരെ തിരക്കായി. അല്ല, അവനും ഭയങ്കര ആഗ്രഹമുണ്ടല്ലോ ഞങ്ങൾക്ക് വീഡിയോ നന്നായിട്ട് വരണം, വീഡിയോ ചെയ്യണം, നിങ്ങൾ വീഡിയോ ആയിട്ട് മുമ്പോട്ട് വരണം എന്നൊക്കെ. അത്ര അവൻ്റെ ആ സപ്പോർട്ട് കേട്ടോ, അത് വളരെ ഒത്തിരി ഇത് എന്നാണേലും അവരുടെ സപ്പോർട്ടും കൂടി ഞങ്ങൾ എപ്പോഴും മറക്കാതെ പറയണം. കാരണം അവൻ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ ഇട്ട് ഇല്ല ഒന്നും അറിയത്തില്ലാത്തത് ഞങ്ങൾ എങ്ങനെ വീഡിയോ ഇടും, എന്ത് ചെയ്യും എന്നോർത്ത് ഞങ്ങളിങ്ങനെ മരിച്ച് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നത് അവനാട്ടോ. പിന്നെ എന്താ വേറെ, ഞങ്ങൾ സത്യത്തിൽ ആരുടെയും Q&A ആരുടെയും ഒരു പേരെടുത്ത് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും പറയുന്നില്ല. കാരണം എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വിഷമമാവും. പിന്നെ ഞങ്ങൾ Q&Aക്ക് ക്വസ്റ്റ്യൻ എടുക്കാൻ നോക്കിയപ്പോൾ തന്നെയാണേലും എല്ലാവരും ഞങ്ങളോട് നല്ലതാണ് പറഞ്ഞേക്കണേ, നല്ലതാണ്, സൂപ്പർ അമ്മയല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഇനി നന്നായിട്ട് ഇതുപോലെ ചെയ്യണം, നന്നായിട്ട് നന്നായിട്ട് പഠിച്ചു വരുന്നുണ്ട്, എനർജി അതുണ്ട്, പിന്നെ അല്ലേ വീഡിയോ ഒക്കെ ശരിയാവും, ഇങ്ങനെ നല്ലത് തന്നെയാണ് പറഞ്ഞേക്കണേ. സത്യം പറയാലോ, നെഗറ്റീവ് കമൻ്റ് എന്ന് പറഞ്ഞത് ഇല്ലാന്ന് തന്നെ പറയാം കേട്ടോ. ഇല്ല, ഞാനിപ്പോൾ ഈ നമ്മൾ 12 ഇട്ടിട്ടുണ്ട്, അതിൽ നോക്കിയിട്ട് ഒരേ ഒരു നെഗറ്റീവ് കൊണ്ടാണ് എന്നെ കൃഷ്ണൻ പറഞ്ഞത്. ഒരേ ഒരു നെഗറ്റീവ്. അത് നിങ്ങൾക്കറിയാലോ, എല്ലാത്തിലും കാണും. ആരെങ്കിലും ഒരാൾ എപ്പോഴും നമ്മൾക്ക് നെഗറ്റീവ് പറയാൻ വേണ്ടി ഒരാൾ കാണും. അങ്ങനെ ആ പുള്ളി അത് മാത്രം ഇങ്ങനെ പറയുന്നത് സാരമില്ല, പുള്ളി ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പുള്ളിക്ക് ഒരു സന്തോഷം കിട്ടട്ടെ, ഇനി അതാ പുള്ളിയുടെ അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് സുഖം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. കാരണം എനിക്ക് ബാക്കി 99% ആൾക്കാരും നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളാണേലും ഈ കമൻറ്റൊക്കെ എഴുതാനാണേലും, ഒരു സ്മൈലി ഇടാനാണെങ്കിൽ പോലും, ഒരു ലവ് ഇടാനാണേലും തന്നെ നിങ്ങൾ നമ്മൾക്ക് വേണ്ടി അതുപോലെ കണ്ടെടുത്ത് അതുപോലെ സമയം, ഒരു ശകല സമയം കളയാതെ ഇതൊന്നും ചെയ്യാൻ പറ്റിയല്ലോ. ഞങ്ങളോട് അത്ര ഇഷ്ടമുണ്ടായിട്ടല്ലേ നിങ്ങൾ ചെയ്യണേ. അതിനൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് തന്നെ ഞാൻ കരുതില്ല. അതുപോലെ തന്നെ വലിയ കമൻറ്റുകൾ, പാരഗ്രാഫായിട്ട് കമൻറ്റ് എഴുതുന്നവരും ഉണ്ട്. അതൊക്കെ വായിക്കുമ്പോഴത്തേക്കും സത്യം പറയാം, ഞങ്ങൾ ഓർക്കും നിങ്ങൾ എത്ര സമയം, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെ അത്ര ഇഷ്ടമായതുകൊണ്ടാണല്ലോ നിങ്ങളിതൊക്കെ ചെയ്യണമെന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അമ്മയ്ക്ക് ക്ഷീണം എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. ക്ഷീണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ഷീണം ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതെല്ലാം കുറഞ്ഞു, നന്നായിട്ട് കുറഞ്ഞു. അമ്മ കുറച്ച് റെസ്റ്റ് എടുത്തു, റെസ്റ്റ് എടുത്തു. അതെ, എനിക്കൊരു പല്ല് റൂട്ട് കനാൽ പല്ലിന്റെ ഒരു ചെറിയ പ്രശ്നം അതിന് എന്തോ ഇഞ്ചക്ഷൻ എടുത്ത്, പിന്നെ എനിക്കത് ഭയങ്കര നീരായിട്ട്, അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ പനിയായിട്ട്, ആ സൈഡ് ഭയങ്കര നീരായിട്ട് ഒരു 2 ദിവസത്തേക്ക് അത് നീര് കൂടി വെച്ച് എനിക്ക് പനി വന്നു. അതിന്റെ ഒരു എഫക്റ്റ് ആണ് നമ്മൾ വീഡിയോയിലും കണ്ടത്. അതെ അതെ, നല്ല ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ സമയത്തൊക്കെ എടുത്ത വീഡിയോയ്ക്കകത്താണ് ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും പിന്നെ പറയാറുള്ളത് തന്നെ നിമിഷേനെയും ഔസുവിനെയും ഞങ്ങളെല്ലാവരെയും കൂടെ ഉള്ള വീഡിയോ മിസ് ചെയ്യുന്നു. അതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിനൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 വീഡിയോ അങ്ങനെ അതും ഒരു ആവശ്യമുള്ള കാര്യമല്ലേ. അവരവിടെ നിൽക്കണം, ഞങ്ങൾക്കും എപ്പോഴും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതെ അതെ, നമ്മുടേതായ തിരക്കുകൾ നമുക്കുണ്ട്, നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കാനും നിർത്താനും ഒക്കെ ഉണ്ട്. പിന്നെ അവർ വലിയ കുഴപ്പമില്ലാതെ അവർ പോണു. പിന്നെ അങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ മുമ്പോട്ട് പോകണു. അവരെ വീഡിയോ കോൾ വിളിച്ച് എപ്പോഴും കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ പിള്ളേരൊക്കെ ആരാണെങ്കിലും വിദേശത്താണെങ്കിലും നമുക്ക് അവരെ വീഡിയോ കോളൊക്കെ വിളിച്ച് നേരിട്ട് കാണാവുന്നതുകൊണ്ട് നമുക്ക് അവരൊരു ദൂരെയാണെന്നോ ഒരു അകൽച്ചയൊന്നും നമുക്ക് തോന്നാറില്ല കേട്ടോ. നമ്മളൊക്കെ അതുകൊണ്ട് അവരെ മിസ് ചെയ്തു, തീർച്ചയായിട്ടും മിസ് ചെയ്യും. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ആ സന്തോഷമായിട്ട് മുമ്പോൾ അങ്ങനെ ആ ചിരിച്ച് കളിച്ച് പോയിക്കൊണ്ടിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യും. മിറമോളെയും നമ്മുടെ റീബൂട്ടിനെയും അതുപോലെ പ്രത്യേകിച്ച് നിമിഷേനെയും ഔസുവിനെയും ഇവരെല്ലാവരെയും ഇന്നയാളെന്ന് പറയത്തില്ല, എല്ലാവരും കൂടെ ചേർന്നാലേ ഞങ്ങൾ ഒന്നാവോളും ഞങ്ങൾക്കറിയാം. പക്ഷേ നമ്മൾ ഒരിടവേളയൊക്കെ അതിന് വന്നു സമയമാകുമ്പോൾ അങ്ങനെയൊക്കെ പിരിയണമല്ലോ. അതെ അതെ, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അതുപോലെ തന്നെ വേറെ എല്ലാവരും ചോദിക്കുന്ന ഒരു മെയിൻ ചോദ്യമാണ്, നിങ്ങൾ എന്നാണ് ഇനി ഓസ്ട്രേലിയക്ക് പോകുന്നതെന്ന്. സത്യം പറഞ്ഞാൽ അതിന് ഞങ്ങൾക്കൊരു മറുപടി എപ്പോൾ വേണേലും പോകാം, എപ്പോൾ വേണേലും പോകാന്നുള്ളതേ ഉള്ളൂ. അതെ, പ്രത്യേകിച്ച് ഞങ്ങൾ നിലവിൽ
ഇന്ന ദിവസം പോകും എന്ന് തീരുമാനിച്ചിട്ടില്ല. ഓസ്ട്രേലിയക്കെല്ലാം മൂത്ത മോനുണ്ട്, ഇളയ മോനുണ്ട്. അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാനുള്ളൊരു അവസരമുണ്ട്, അതിനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷേ എപ്പോഴാണ് എന്നാണെന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഓസ്ട്രേലിയക്ക് പോകുന്നതിനെ പറ്റി ഒരു ഡേറ്റോ ഒരു തീരുമാനമോ അങ്ങനെ ഒന്നും ആയിട്ടില്ല. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് സമയം വേണം. നമ്മൾ ഒരു വർഷമൊക്കെ അടച്ചിട്ടിട്ട് പോയതല്ലേ, കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെതായ ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ട്. നമുക്ക് പോകുന്ന ഒരു കംപ്ലീറ്റ് ഒരു അറ്റാച്ച് ഇവിടുന്ന് വിട്ടുപോയ മാതിരി ഒരു തോന്നലും വന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സർവൈവ് ചെയ്തിട്ട് തീർച്ചയായിട്ടും പോകും. അതെ, ഇവിടെ വന്ന് നമ്മൾ ഇതൊക്കെ ഒന്ന് ഓർഡർ ആക്കണം, ഇത് ചെയ്യണം. പിന്നെ അവരോട് കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് ഹാപ്പിയായിട്ട് അവർ പോകണം. പിന്നെ ഒരു അത്യാവശ്യം എപ്പോൾ ഒരാവശ്യം വന്നാലും, ഇപ്പം നാളെ അല്ലെ അടുത്ത ആഴ്ച എപ്പോൾ ഒരാവശ്യം വന്നാലും നമുക്കറിയാലോ, എപ്പോഴാണെങ്കിലും ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് പോകേണ്ടി വന്നാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് അത്യാവശ്യം വന്നാൽ ഞങ്ങൾ പോകും. ഇപ്പം നമുക്ക് വലിയ ആവശ്യങ്ങളും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊന്നും അവർക്കും വരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തക്കാലം ഇങ്ങനെ കുറച്ചങ്ങ് പോട്ടെ എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കണം അല്ലേ? അതെ അതെ. പിന്നെ എന്നാ ഞാൻ ചാച്ചനോട് പറഞ്ഞു കേട്ടോ, രാവിലെ തൊട്ട് ചാച്ച കുറേ ക്വസ്റ്റ്യനൊക്കെ എടുത്ത് വെക്കുക, കുറേ നോക്കി വെക്കുന്നൊക്കെ. എന്തോ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ടുണ്ട്? ഞാൻ അങ്ങനെയൊന്നും എടുത്ത് വെച്ചൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഇത് പ്രത്യേകിച്ചൊരു ചോദ്യം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കറികളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെ അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. കാരണം പല രീതിയിലും ഞങ്ങളും അത് മാറ്റി വെക്കാൻ പഠിച്ചല്ലോ. ഇത് നമ്മുടേതായ രീതിയിൽ അവളുടേതായ രീതിയിൽ അവൾ വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പല രീതിയിലും വെക്കാം. അതെ, അതുപോലെ ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർ ഓരോ രീതിയായിരിക്കും. ചിലർ ഈ ചക്കക്കുരുചാറുണ്ടാക്കി പറയുന്നത് ജീരകം അരയ്ക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ജീരകം അരച്ചുണ്ടാക്കുന്നവർ കാണും. ഞാനുണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ അരയ്ക്കാറില്ല കേട്ടോ. അതുപോലെ അവിയിലത് സവോള ഇടാറില്ല. അങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോ ഇത് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കാണിക്കുന്നത് ഞാനുണ്ടാക്കുന്ന രീതിയാണ്. നിങ്ങൾ ഇത് രീതിയിൽ കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതിനെന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ നോക്കണം. അതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളും അത് ചെയ്ത് നോക്കണം കേട്ടോ. നിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യം കഴിയുക, അതാണ് അവളുടെ ഒരു പ്രത്യേകത. അതേമാതിരി തന്നെ എനിക്കൊരു അഭിപ്രായം വളരെ ഇഷ്ടപ്പെട്ടു. അവിയലിൻ്റെ പീസസ് എല്ലാം കൂടി, കഷ്ണങ്ങളെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ തിരുമ്മി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് രുചി വ്യത്യാസം ഉണ്ടാവുന്നുള്ളത് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അടുത്ത പ്രാവശ്യം നമുക്കത് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാനും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഞാനും ചെയ്ത് നോക്കാം. ചെയ്യുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം. അതെ, കമന്റ് വായിക്കുന്നവർക്കാണേലും അവർക്കും മനസ്സിലാവുമല്ലോ, മറ്റുള്ളവർക്കും മനസ്സിലാവുമല്ലോ, ഇന്ന രീതി ചെയ്യാം, എങ്ങനെ ചെയ്യാന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ അതും ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഏകൽ നമ്മളിവിടെ ഇരുന്നല്ലേ, ചേട്ടന് എൻ്റെ ഇഷ്ടമില്ലാത്ത 2 സ്വഭാവങ്ങൾ വേണേ പറഞ്ഞു. ഇഷ്ടമില്ലാത്ത 2 സ്വഭാവം എന്തിനാണ് പറയിപ്പിക്കണേ? പറഞ്ഞ കേട്ടോ, എന്നാലും പറയണോ? എടുത്ത സാധനം എടുത്തോടത്ത് വെക്കുകയില്ല, അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കംപ്ലൈൻറ്റും ഇല്ല, അത് മാത്രമേ ഉള്ളൂ. ഒറ്റ കംപ്ലൈൻറ്റേ ഉള്ളൂ, വേറെ ഒന്നും കംപ്ലൈൻറ്റ് ഇല്ല. എടുത്ത സാധനം അവിടെ തന്നെ വെക്കില്ല. എടുത്ത പണി തീർന്ന് അവിടെ ഇട്ടിട്ട് പോകും. അത് ഞാൻ മാത്രമുള്ള പിള്ളേരും നീയോ? അതെ, നിമിഷമല്ല, എൻ്റെ പിള്ളേർ അങ്ങനെയൊന്നും അല്ല. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ പിള്ളേരോട് പറയട്ടെ, പിള്ളേരെ എടുത്ത സാധനം എടുത്തോടുത്ത് ആരോഗ്യം അതൊക്കെ അമ്മമാര് കറക്റ്റായിട്ട് വെക്കുള്ളൂ എല്ലാവരും. ഔസപ്പിനോട് ഇപ്പൊ ചോദിച്ച ഒരു കാര്യം അവൻ കൃത്യം പറയും. ബോനോട് ചോദിച്ചു ഏത് കടലാസുകളും ഏത് കാര്യങ്ങളും അവന്റെ ഏത് രേഖകളോ എപ്പോ ചോദിച്ചാലും കൃത്യം അവന്റെ ഓർമ്മയുണ്ട്. ബോവിനും അതെ, ഐവിനും അതെ. ഓക്കെ, പിള്ളേർക്കെല്ലാം ചാച്ചന്റെ സ്വഭാവം കേട്ടോ കിട്ടിയേക്കണേ. അതുകൊണ്ട് കുഴപ്പമില്ല. നീ എടുത്ത സാധനം ഇപ്പോഴൊരു കാര്യം കഴിഞ്ഞോ, ക്യാമറയുടെ പരിപാടി കഴിഞ്ഞോ, ആ ക്യാമറ അവിടെ ഇട്ടിട്ട് നീ എന്റെ പാട്ടിന് പോകും. അത്രയുള്ള പരിപാടി. അത് ശരിയാട്ടോ, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അത് മാത്രമേ ഉള്ളൊരു കംപ്ലൈൻറ്റ്, വേറെ ഒരു കംപ്ലൈൻറ്റും ഇല്ല എനിക്ക്. അത് ഇവിടെ ഇങ്ങനെ പറയാറുള്ള രാജൻ എന്നോട് എപ്പോഴും പറയുന്ന കാര്യം കേട്ടോ. അത് 35-36 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു നിവൃത്തിയില്ല. കാരണം ഞാൻ നിർത്താൻ പോവാം. നിർത്തേക്കട്ടെ, ആ പരിപാടി നിർത്തേക്കാൻ പറച്ചില്. എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ട കേട്ടോ, ചുമ്മാ പറഞ്ഞു. അത് ശരിയാ. അതുപോലെ ചാച്ചൻ്റെ ഞാൻ ഇഷ്ടമില്ലാത്ത പറയട്ടെ, പറഞ്ഞോ. ഡ്രസ്സ് ഒരു പാൻറ് ഷർട്ടും അല്ലെ മുണ്ട് ഷർട്ടും കബോർഡ് നിറച്ചും കാണും, നനച്ച് നല്ല പശ എപ്പ ചെന്നാലും പുറത്തേക്ക് ഇറങ്ങി ഒരു ഷർട്ടും പഠിച്ചുകൊണ്ട് വരും. നല്ല തേപ്പിച്ച് ഇടുകയുള്ളൂ. അതൊക്കെ എല്ലാം ഭംഗിയായിട്ടൊക്കെ ഇടും. പക്ഷേ ഉണ്ടല്ലോ, ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ആ ഇട്ടത് നാളെയും കൂടെ ഇടാൻ പറ്റുമെങ്കിൽ നാളെ ഇടും. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഇടാൻ പറ്റുക അത് ഇടും. ഇല്ലേ, വേറെ ഇരിക്കുന്നത് അങ്ങനെ ചുമ്മാ ഇരിക്കും. മാറി ഇങ്ങനെ എടുത്തെടുത്ത് എന്നാൽ എല്ലാവരും ഓരോന്ന് ഇടയ്ക്കിടെ എപ്പോഴും ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് മാറണം. ആ ഒരു സ്വഭാവം ചേട്ടനില്ല. ഉപയോഗിച്ച് തീർന്നതിന് ശേഷം മുണ്ട് ദ്രവിച്ച് തീർന്നതിന് ശേഷം അല്ലേ, മേടിച്ച ഡ്രസ്സ് 1 വർഷമായിട്ട് ഇടാതെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഉണ്ട്. എൻ്റെ ചിലപ്പോൾ 1 വർഷമായാലും ഇത് മേടിച്ചിട്ട് അതോടെ ഇരിക്കും. കാരണം മറ്റേത് പട്ടയൊക്കെ തീർന്നിട്ട് കിടക്കാന്ന് കരുതി നോക്കിയിരിക്കും.
ഞങ്ങൾ അതിന് പിള്ളേരും വഴക്കുറയും ഔസപ്പും വഴക്കുറയല്ലേ ചാച്ച എന്തിനാ ഇതിന് മാത്രം എന്തോരം ഉണ്ടെന്നറിയാവോ. ഒരു വീഡിയോ എടുക്കാൻ വിളിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ ആ ഇട്ടേക്കുന്ന ആ തലവസം ഇട്ടിരുന്നാണെങ്കിൽ അത്, അല്ലെങ്കിൽ അതിൻ്റെ തലവസം ഇട്ടിരുന്നേ കൂടാണെങ്കിൽ അത്, ആ ഉപയോഗിക്കുന്ന 3-4 ഷർട്ട് പാൻറ് അല്ലെങ്കിൽ ആ ബനിയനുകൾ അത് മാത്രം മാറി 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 ഉപയോഗിച്ചോണ്ട്. അതൊന്നും ഞാൻ മേടിച്ചല്ല, എന്തോരം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ഹൗസിന്റെയും നിന്റെയും എല്ലാവരുടെയും കൂടെ കൂടിയാ. എനിക്ക് 3 ഷർട്ട് ഉണ്ടോ? അല്ല, ഞാൻ എനിക്ക് കൊണ്ട് തന്നത്. ഓക്കെ, ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ 2-3 കൂടുതൽ എൻ്റെ ഒരിക്കലും മേടിച്ചിട്ടില്ല. അതെ, ഇതൊക്കെ ഉപയോഗിക്കാൻ തരുന്നതല്ലേ, ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ച് തീർക്കണം. ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ പിന്നെ എന്തോരം ഉണ്ടെങ്കിലും മതിയാകില്ല. സത്യം തികയില്ല കേട്ടോ. ആ ഒരു കാര്യത്തിൽ ചാച്ചൻ ഞാനിവിടെ മിക്കവാറും വഴക്ക് കൂടാറുണ്ടല്ലോ. എങ്ങോട്ടേലും പോകാൻ നേരത്ത് ചാച്ചൻ ഏറ്റവും മോശം ഏതാണോ, ഏറ്റവും അല്ലേ ഇടത്തില്ലാതെ എവിടെയെങ്കിലും ഒരു കറിയൊക്കെ പറ്റി അവിടെ അല്ലെ എവിടെയെങ്കിലും ഒന്ന് ചുളുങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പാണ്ടൊക്കെ ഉണ്ട്, ആ ഷർട്ട് ഇട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കൂടെ പോരും. നമ്മൾ എന്തോരം പറഞ്ഞ് ഒരു നിവൃത്തിയുണ്ടെ പറഞ്ഞാലും മാറുന്ന സ്വഭാവമൊന്നും അത്ര ഇല്ല. പിന്നെ ഞങ്ങൾ മാറണമെന്ന് പറഞ്ഞ് തിരിച്ച് കയറ്റിയൊക്കെ വിട്ട് ഇല്ലേടാ അത് പറയുമ്പോൾ പുകത്തോട്ട് ഇട്ടിരിക്കണേ അതുകൊണ്ട് കേട്ടോ. എന്നാലും ഇതൊക്കെ ചുമ്മാ നിസ്സാര കാര്യങ്ങളാട്ടോ. ഓരോ വീട്ടിലെ വെറുതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേന്ന് ഓർത്ത് പറയണമെന്നേ ഉള്ളൂ. ഇതൊന്നും ഒരു കുറ്റവും കുറവായിട്ടൊന്നും അല്ല കേട്ടോ പറയണേ. നമുക്കിനി വൈകുന്നേരത്തേക്ക് ഇച്ചിരി കപ്പ വയ്ക്കാം കേട്ടോ. ഞങ്ങൾ കപ്പ വയ്ക്കാൻ വേണ്ടിയിരിക്കണേ. ഞാനിത് ഓൾറെഡി വെള്ളം ഇത് ഞാൻ കെറ്റിൽ തിളപ്പിച്ചിട്ട് ഇങ്ങോട്ട് ഒഴിച്ചതാണ് കേട്ടോ. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കാവേ. ആ കപ്പ തിളക്കുന്ന നേരത്തെ നിങ്ങളെ ഞാനൊരു സൂത്രം കാണിക്കാം കേട്ടോ. ഇതൊരു പാളയംകുടം പഴമാണേ. എല്ലായിടത്തും എന്നാ പറയണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവിടെ ഇതിന് പാളയംകുടം പഴം എന്നാണ് പറയണേ. ഇതിന് വേറെ വല്ല പേരും ഉണ്ട് ചേട്ടാ? ഇല്ല, പാളയംകുടം പഴം തന്നെ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ഈ പഴം ഇങ്ങനെ പഴം ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇത് എന്നാ ഈ സാധനം എന്നറിയാവോ? ഇത് പാനി എന്ന് പറയും കേട്ടോ. പാനി. ഇത് നമ്മുടെ പനയൊക്കെ ചെത്തുമ്പോൾ കള്ള് കിട്ടും. കള്ള് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് പങ്കുകൾ തരും. പങ്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇതായിട്ട് ഒരു വീതം തരും കേട്ടോ. അന്നേരം നമ്മൾ പാനിക്കള്ള് തരണമെന്ന് പറഞ്ഞാൽ മതി. പാനിക്കള്ള് തരണമെന്ന് പറഞ്ഞാൽ നല്ല മത്തിരമുള്ള നല്ല കള്ള് അവരെടുത്ത് തരും. കലമൊക്കെ മാറ്റി കിട്ടിയിട്ട് അങ്ങനെ എടുത്ത് ആ കള്ള് വറ്റിച്ച് എടുക്കുന്നതാണ് ഈ പാനി. നിങ്ങൾ പാനി കണ്ടിട്ടുള്ളവർ കണ്ടോയെന്ന് അറിയത്തില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ പാനി കണ്ടിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ പറയണേ. അതുകൊണ്ട് ഈ പാനി എന്ന് പറഞ്ഞത് കള്ളും പാനി, കള്ളും കൊണ്ടുണ്ടാക്കുന്ന പാനി. പല പാനി ഉണ്ടല്ലോ. ശർക്കര പാനി ഉണ്ട്, കള്ളും പാനി. ഈ പാനി ഇങ്ങനെ ഇതിലോട്ട് ഒഴിക്കും. കണ്ടോ, ഇത്ര നേരം അടുത്തില്ലായിരുന്നു ചാച്ചൻ മണം പിടിച്ച് വന്നത് കണ്ടോ. എന്നാലും പാളയംകുടപ്പഴത്തിന് ഒരു ചെറിയ മധുരമുണ്ട്, മണമുണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും പണ്ടൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് ലാസ്റ്റ് ചോറൊക്കെ ഉണ്ടായിട്ട് ലാസ്റ്റ് തരുന്ന സാധനം കേട്ടോ ഈ പാനി പഴമൊക്കെ കൂടെ. കള്ളുംപാനി കിട്ടാനില്ല, വളരെ ചുരുക്കം. അതെ അതെ അതെ. ഇത് നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് ഇങ്ങനെ കുഴയ്ക്കണം കേട്ടോ. കുഴച്ചേച്ച് പാളയംകുടം പഴത്തിനാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. എല്ലാ പഴവും കഴിക്കാമായിരിക്കും, പാളയംകുടം പഴമാണ് സാറിന് ഇതിൻ്റെ കൂടെ. ഒരു ചാച്ചൻ കൊടുക്കാം. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പാനിയും പഴം കൂടെ തിന്നാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഓണ കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് അതെ അതെ ഇച്ചിരി മോരൊഴിച്ച് സ്വല്പം ചോറും കൂടെ ഉണ്ട പിന്നെ ഉണ്ടത് അറിയേയില്ല. ഇതും കൂടെ കഴിച്ചിട്ടാണ് പിന്നെയാണോ മോരൊഴിച്ച് ചോറുണ്ടത്? ഓഹോ, ഞാൻ അവിടുത്തെ ലാസ്റ്റ് നമ്മൾ പുഡിങ്ങും ഐസ്ക്രീം തിന്നുന്നല്ലേ? അല്ല, അതൊക്കെ ഇപ്പോൾ അതൊന്നുമല്ല, ഇത് കഴിച്ചിട്ടാണ് ചോറുണ്ടെന്ന് സദ്യക്ക്. നമുക്കിപ്പം പനയെ ചെത്തണില്ല കേട്ടോ. ചെത്തണുണ്ടായിരുന്നു, ഇനിയിപ്പം ചെത്താറായി വന്നേ ഉള്ളൂ. പനയൊക്കെ ചെത്തുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. മറ്റേ പങ്കുകൾ കിട്ടുന്ന ദിവസം കള്ള് കിട്ടുന്നു, ഇതുപോലെ പാനിക്കള്ളിൽ എടുത്തിട്ട് നമുക്ക് പാനിയൊക്കെ ഉണ്ടാക്കി ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങളെ. ഞാൻ ഫസ്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കപ്പയിൽ ഊറ്റാം കേട്ടോ. കപ്പയിൽ ഊറ്റിട്ട് വരാതെ ഇത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചു കേട്ടോ. കപ്പയ്ക്കകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടാം കേട്ടോ. അതുകൊണ്ട് അതനുസരിച്ച് നമ്മളിവിടെ ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ. കപ്പയുടെ അരപ്പൊക്കെ ഓൾറെഡി ഞാൻ നേരത്തെ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാലോ കേട്ടോ. അതുകൊണ്ട് ഞാൻ അരപ്പ് കാണിക്കാതെ. അരപ്പിന് ഒരു ചുള്ള വെളുത്തുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കാന്താരിമുളക്, ഇത്ര സാധനം ഞാൻ അരച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഉള്ളി വേണ്ടവർക്ക് ഉള്ളി അരയ്ക്കാം കേട്ടോ. ഞാൻ ഉള്ളി അരയ്ക്കാറില്ല, ഞാൻ ഇത്ര സാധനം അരയ്ക്കാറില്ലേ. അരപ്പൊക്കെ ഇട്ട് ഞാനൊരു 1 മിനിറ്റ് മൂടി വെച്ചു കേട്ടോ. അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് ആവി വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് ഗ്യാസ് നമുക്ക് ഓഫാക്കാവേ. മറ്റേ തീ കുറച്ച് ഫ്ലെയിമേലായാൽ വെച്ചിരുന്നു കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാവേ.
അടിപൊളി സൂപ്പറായിട്ട് വെന്ത് നല്ല ഉടഞ്ഞു കേട്ടോ കപ്പ. നമുക്ക് ചാച്ചനെ വിളിച്ചിട്ട് കപ്പ കൊടുക്കാം കേട്ടോ. ചാച്ചനെ നമുക്ക് കപ്പ കൊടുക്കാം കേട്ടോ. ഇത് മീൻകറിയാണേ, അയില മീൻകറി വെച്ചതാണ് കേട്ടോ. തീരാറായ ഭാവമൊക്കെ ആ കഷ്ണങ്ങളൊക്കെ 2 ദിവസമായതല്ലേ ഏട്ടാ വെച്ചിട്ട്? 2 ദിവസമായി. അല്ല ഇപ്പോഴും ടേസ്റ്റ്. അതെ മീൻകറി എന്തോരം താമസിക്കണം അത്രയും ടേസ്റ്റാണ് കേട്ടോ. അതെ ഇത് ഇറച്ചിക്കറികളല്ലേ. ആണോ? കഴിച്ചു. ഞാൻ കറികളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ചാച്ചന് ചുമ്മാ കറി ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ ചെയ്യിക്കരുത്, ഒന്ന് എന്തെങ്കിലും ഫുഡിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. നന്നായിട്ട് കഴിച്ചാൽ നമുക്ക് ഡാൻസ് കളിക്കണ്ട, പിന്നെ ഇട്ടിട്ട് പോട്ടോ. കറി തന്നോളൂ, കപ്പ തന്നില്ല കേട്ടോ. നല്ല ചൂടല്ലേ? അത് കറി വേണ്ടേ? നല്ല മീൻകറി ഇന്നലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല മീൻകറിയായിരുന്നു. അപ്പോൾ ഇതേ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളിതൊരു കോമഡി ആയിട്ടൊക്കെ എടുക്കാവുള്ളൂ കേട്ടോ. അതെ നിങ്ങളത് നെഗറ്റീവായിട്ടൊന്നും എടുക്കരുത്. നെഗറ്റീവ് കമൻ്റ് ഒന്നും തരില്ലേ പ്ലീസ്, ഞങ്ങളെ തളർത്തിക്കളയരുത്. പിന്നെ ഇത് എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കേ.